നിങ്ങൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? എമുവിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അപൂർവീനം കാഴ്ചകൾ കാണാൻ പോരൂ പത്തനംതിട്ടയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന മേളയിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പാണ് ഈ വ്യത്യസ്ത കാഴ്ചകളുടെ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. അരുമയാകട്ടെ ലഹരി, നായയുടെ കടിയേറ്റാലുള്ള പ്രതിരോധം തുടങ്ങി വിവിധ ആകർഷകങ്ങളായ പ്രവർത്തനങ്ങളും ഈ സ്റ്റാളിന്റെ പ്രത്യേകതയാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവയ്ക്ക് പുറമെ എമുവിൻ്റെ മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിലുപരി നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളായ തലശ്ശേരി, വിഗോ, ചാര എന്നീ അപൂർവ ഇനങ്ങളുടെ മുട്ടയും ഒരുക്കിയാണ് മൃഗസംരക്ഷണ വകുപ്പ് പത്തനംതിട്ടയിൽ ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ആകർഷണം ആകുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഈ വർഷത്തെ ലക്ഷ്യമായ അരുമയാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി അരുമ മൃഗങ്ങളെ വളർത്തിയെടുക്കാനുള്ള ബോധവൽക്കരണവും സ്റ്റാളിൽ സംജാതമാക്കിയിട്ടുണ്ട്. മേളയുടെ മറ്റു പ്രധാന ആകർഷണങ്ങൾ തെരുവുനായ ആക്രമണത്തിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷ നേടി അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇവയ്ക്ക് പുറമെ നൂതന സാങ്കേതിക വിദ്യയിൽ ഉള്ള മൊബൈൽ സർജറി യൂണിറ്റും ലഭ്യമാക്കുന്ന തരത്തിലാണ് സ്റ്റാൾ സംജാതമാക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു. വളർത്തു നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യുന്നതിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ട് നമ്മൾ വാക്സിനേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തന്നെ സഹായത്തോടെ നമ്മൾ തെരുവു നായ്ക്കൾക്ക് വേണ്ടിയുള്ള വാക്സിനേഷൻ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഈ പ്രൊജക്റ്റുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മളിന്നിവിടെ ഒരു ഞങ്ങളുടെ സ്റ്റാളിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് പേവിഷബാധ പ്രതിരോധത്തെപ്പറ്റിയും അഥവാ ഒരു മനുഷ്യനെ കടിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജില്ലാ വെറ്റിനറി കേന്ദ്രം ആരംഭിച്ച മൊബൈൽ സർജറി യൂണിറ്റിൻ്റെ സെൽഫി പോയിന്റും സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൃഗങ്ങളെ വളർത്തുകയും അവ പരിപോഷിപ്പിക്കുകയും അവയുടെ ഉന്നതി ലക്ഷ്യമാക്കിയിട്ടുള്ള സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് പുറമെ സംഘാടകർ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, ACV ന്യൂസ്.